മൊത്തത്തിൽ നോക്കുമ്പോൾ പരീക്ഷയെക്കുറിച്ച് വളരെ ടഫായിട്ടുള്ള ഒരഭിപ്രായമാണ് പൊതുവിൽ പറയുന്നത്. ഏകദേശം 3,25,369 പേരൊക്കെയാണ് ഇന്നത്തെ പരീക്ഷയ്ക്ക് കൺഫേം ചെയ്തിരുന്നവർ. അപ്പോൾ അത് പരീക്ഷ എഴുതിയ കുറേ ഉദ്യോഗാർത്ഥികളിൽ നിന്നും കിട്ടിയ അഭിപ്രായം അനുസരിച്ച് വായിച്ചെത്തിക്കാൻ സമയം കിട്ടണില്ല, ഒരുപാട് വായിക്കാനുണ്ട്, വളരെ ടഫായിരുന്നു എന്നാണ് പൊതുവേ ഉള്ളൊരു അഭിപ്രായം. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് അനാലിസിസും പിന്നെ കട്ട് ഓഫിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്കിനി ഓരോരോ സെക്ഷനായിട്ട് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നമ്മളപ്പോൾ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ വേൾഡ് ഹിസ്റ്ററി എന്നൊക്കെ 2 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് നല്ല ബുദ്ധിമുട്ടുള്ള തന്നെയായിരുന്നു. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ കേരള ഹിസ്റ്ററി എന്നൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ലെവൽ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ ചോദ്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ കിട്ടുന്ന ടൈപ്പായിരുന്നു. ഇനി കേരള നവോത്ഥാനത്തിൽ നിന്നാണെങ്കിൽ അത് അത്ര ബുദ്ധിമുട്ടിച്ചില്ല. ചോദ്യങ്ങളൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു. പഠിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്ന ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ജോഗ്രഫി, എക്കണോമിക്സ് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അത്യാവശ്യം എന്താ പറയുക, ഡിഗ്രി ലെവലിൽ നിന്നോ UPSC ലെവലിൽ നിന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന നല്ല ടഫായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു വന്നിട്ടുള്ളത്. വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ആ സെക്ഷൻ. പിന്നെ മാപ്പിങ്ങിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ലാൻഡ് ഫോംസ്, അത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെയായിരുന്നു. സാധാരണ ഒരു കുട്ടി അതിൻ്റെ ഓപ്ഷൻസ് തന്നെ വായിച്ചെത്തിക്കാൻ കുറേ സമയം വേണം. അപ്പോൾ അത് സാധാരണ ഒരു കുട്ടിക്ക് അത് വായിച്ചെത്തിക്കാൻ ആ ഓപ്ഷൻസ് എല്ലാം വായിച്ച് മനസ്സിലാക്കി വരാൻ തന്നെ കുറേ സമയമെടുത്തു. ചിലതിനൊക്കെ 5 ഓപ്ഷൻസൊക്കെയാണ് വന്നേക്കണേന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൽ സമയം കുറേ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ആശ്വാസം ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല കുറച്ച് എളുപ്പമുള്ളതൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊരു ആ ഒരു സെക്ഷൻ കുഴപ്പമുണ്ടായില്ല കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ളത്. പിന്നെ കേരള ഫാക്ട്സ്, ആർട്ട്, കൾച്ചർ, അതൊക്കെ അത്യാവശ്യം അറിയുന്നവർക്ക് മാത്രമേ അതിൽ നിന്നൊക്കെ എഴുതാൻ പറ്റുള്ളൂ. അത് ശരിക്കും പഠിച്ചു പോയവർക്ക് തന്നെ അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ടൈപ്പായിരുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അത് പൊതുവേ പറഞ്ഞാൽ ഒരു ആവറേജ് ലെവലായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ IT, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊന്നും ബുദ്ധിമുട്ടിച്ചില്ല, എളുപ്പമായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലായത്. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ടഫ് തന്നെയായിരുന്നു, എഴുതാനൊക്കെ വായിച്ചതിൻ്റെ ഇതൊക്കെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. പിന്നെ അതിൽ ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ നല്ല ടഫ് തന്നെയായിരുന്നു. ചില ക്വസ്റ്റ്യൻസ് വായിച്ചാൽ തന്നെ മനസ്സിലാവാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെ ഈ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആശ്വാസം എന്ന് പറയാനായിട്ട് മാത്സ്, റീസണിങ്, അതൊക്കെ ഒരു മോഡറേറ്റ് ലെവലായിരുന്നു. ഏകദേശം ഒരു 12-14 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ളതായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാലും ചില ക്വസ്റ്റ്യൻസൊക്കെ അതിൽ അപൂർവം ചില ക്വസ്റ്റ്യൻസൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷാണെങ്കിലും ഒരു ആവറേജ് ലെവലാണ്, ഒരു 10-12 മാർക്കൊക്കെ ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലായിരുന്നു. പക്ഷെ എന്നാലും ഇംഗ്ലീഷിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസൊക്കെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. പിന്നെ മലയാളം പറയുകയാണെങ്കിൽ ഒരു ആവറേജ് ലെവലിനോ മോഡറേറ്റ് ലെവലിനോ എന്നൊക്കെ പറയാം, കുഴപ്പമില്ല, എന്നാലും അത്ര ബുദ്ധിമുട്ടായില്ല. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ 50 മാർക്ക്, അതായത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് അതുപോലെ മലയാളം, ഇതിൽ നിന്നുള്ള 50 മാർക്ക് സ്കോർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ അപ്പോഴും അവിടെ ഒരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സെക്ഷൻ ആദ്യം ആൻസർ ചെയ്തവർക്ക്, അതായത് മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളം, ആ സെക്ഷൻ ആദ്യം ചെയ്തവർക്ക് മറ്റേ സെക്ഷൻ, അതായത് 50 മാർക്കിൻ്റെ മറ്റേ സെക്ഷനിൽ നിന്ന് അത്യാവശ്യം വായിച്ചെത്തിക്കാനും അത്യാവശ്യം അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ചെയ്തവർക്ക്, അതായത് ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ പാർട്ട് ചെയ്തവർക്ക് ഈ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ വായിച്ചെത്തിക്കാൻ തന്നെ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഈ സെക്ഷൻ മാത്സും ഇംഗ്ലീഷ്, മലയാളമൊക്കെ ആദ്യം ചെയ്തവർക്ക് മറ്റേ ഭാഗമൊക്കെ അത്യാവശ്യം അറിയുന്നതൊക്കെ എഴുതി പോരാൻ പറ്റും. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫ് തന്നെയായിരുന്നു. വായിച്ചെത്തിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാ ചോദ്യങ്ങളൊന്നും വായിച്ച് മനസ്സിലാക്കാൻ, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സെക്ഷൻ ആദ്യം അറ്റംപ്റ്റ് ചെയ്തവർക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് കിടക്കുമ്പോൾ സമയം തികയാത്ത വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് രണ്ടാമത്തെ സെക്ഷൻ, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം
ഒക്കെ ആദ്യം ചെയ്തവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഒപ്പിക്കാൻ പറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പൊതുവേ ഉള്ളൊരു അഭിപ്രായം. പിന്നെ ഇതിൻ്റെ ഇനി കട്ട് ഓഫിനെ കുറിച്ച് പറയുമ്പോൾ, കട്ട് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും ടഫായ കാരണം കട്ട് ഓഫ് ഒരു 40-45 ആ റേഞ്ചിൽ വരാനാണ് സാധ്യത. 40-45 ആ റേഞ്ചിൽ. കാരണം പേപ്പറിൻ്റെ ഒരു ടഫ്നെസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 40-45. പിന്നെ ഇതൊരു പ്രിലിമിനറി എക്സാമിനേഷനും ആണല്ലോ. അപ്പോൾ 40-45 മാർക്കിൻ്റെ അതിനോടടുത്തൊരു മാർക്കിൽ കട്ട് ഓഫ് വരുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ടഫ്നെസ് വെച്ച് നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ആ കമൻസിലൊന്ന് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എത്രയാണ് നിങ്ങൾ ഏകദേശം നിങ്ങൾക്കൊരു ധാരണയുണ്ടാവും. ആ മാർക്ക് നിങ്ങളൊന്ന് കമൻസിലിട്ടാൽ നല്ലതായിരുന്നു. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.